ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് വല്ലപ്പോൾ. എന്താ എന്താ എന്ത് പറ്റി? ഇതെന്താ ഏ എന്താ ചേച്ചി? എന്താണ് പ്രശ്നം? വഴക്കാണോ? ഇതെന്താ ഇത്? എന്താ യാമിക്കുട്ട പ്രശ്നം? കുട്ടിക്കൊക്കെ പിടിച്ചു. അയ്യോ 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 അക്രമാസക്ത. എന്ത് പറ്റി? ഞാൻ അമ്മേനോട് പറഞ്ഞ എനിക്ക് ഈ പാട്ടിൽ ഗിറ്റാർ വേണം. സോറി സാർ, ഇവിടെ എന്റെ കൈ വിട്ട് ഓടി വന്നേട്ടോ, സോറി. അല്ല സാറില്ല, വന്ന സ്ഥിതിക്ക് അല്ല, നിനക്ക് അവിടെ ബാ, നിന്നോ, ചേച്ചി അവിടെ നിനക്ക് ബാ, നിന്നോ. ബാ. അതെ അതെ ബാ, യാമിക്കുട്ടി ഇവിടെ എന്തായാലും സ്റ്റൈൽ വന്നല്ലോ. എന്താ പ്രശ്നം? എനിക്ക് ഗിറ്റാർ വേണം. ഗിറ്റാർ എന്താ ഗിറ്റാർ വേണം. എന്തിനാണ് ഗിറ്റാർ? എനിക്കും വായിക്കാൻ. ആണല്ലേ? ആ, അപ്പൊ ഈ രണ്ടുപേരോ? ഇവിടെ ഗിറ്റാറില് രണ്ടേ പേരേ ഉള്ളൂ. അതെ. അത് ഈ പാട്ട് ആ ഹീറോ ഗിറ്റാർ വായിച്ച് പാടുന്ന പാട്ടാണ് അവളുടെ. ആ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോ തൊട്ട് തുടങ്ങിയത് എനിക്കും ഗിറ്റാർ ഗിറ്റാർ വേണം. അത് ശരി. അതിനിപ്പോ എന്ത് ചെയ്യും? യാമിക്കുട്ടി ഗിറ്റാർ വായിക്കാൻ അറിയാവോ? ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഡഡഡഡാന്നൊക്കെ പോലെ. അങ്ങനെ ഗടഗടഗടഗടഗട മതിയോ? എന്തൊരു സിമ്പിൾ അപ്പൊ അത് വർക്ക് ചെയ്യും അല്ലേ? ഇത് കൊള്ളാലോ മധു. ഗിറ്റാർ എടുത്തിട്ട് വെറുതെ ഗടഗടഗടഗട എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഗിറ്റാർ അതെ വായിക്കാം. അതെ അതെ അതെ. പഠിക്കൊന്നും വേണ്ട. ആ അത് കൊള്ളാല മധു എന്ന് പറയാൻ ചേങ്കിള്. അത് കൊള്ളാലോ മധു എന്ന് MJ ഞങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അത് കൊള്ളാലോ മധു എന്ന് പറയാൻ. യാമിക്കുട്ടി ആ എന്നോട് പറയണ്ട. ദേ സുബിൻ ചേട്ടന്റെയും ശശി ചേട്ടന്റെയും കയ്യിൽ അവരുടെ കയ്യിലുണ്ട് ഗിറ്റാറുണ്ട്. അവരുടെ കയ്യിൽ ഗിറ്റാർ. ഗിറ്റാറുണ്ട്. ഇത് കുറേ വർഷം പഠിക്കണം, പഠിച്ചിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഇവിടെ ടുടുടുടു ഇതുപോലെ വരത്തുള്ളൂ. വന്നിരുന്ന് ടുടുടുടു ആവുള്ളൂ അത്. ഒച്ച വരുള്ളൂ. ഗിറ്റാർ ഇത് കണ്ട ട്യൂഡറോട് ചൂട് ചെയ്യുക, പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതെ, കുറച്ച് പഠിച്ചാലേ വരൂന്ന്. അപ്പൊ നമ്മൾ അതെ. എന്ത് ചെയ്യും? ഞാൻ പഠിച്ചിട്ടാ വന്നേക്കുന്നേ. പഠിച്ചിട്ടാ വന്നത്? ഞാൻ പഠിച്ചു. പാട്ടല്ലേ പഠിച്ചിട്ടുള്ളൂ? ഗിറ്റാർ പാട്ടും ഗിറ്റാറും പഠിച്ചു. ആണോ? അറിയോ? നീനോട് ചേച്ചി ആ അങ്കിളിനോട് എനിക്ക് ഗിറ്റാർ തരാൻ പറയാ. അയ്യോ സുബിൻ ചേട്ടൻ ചോദിക്കില്ല. സുബിചേട്ടൻ തരാലോ? ഉണ്ടക്കണ്ട് നോക്കുന്നുണ്ടോ? കണ്ടോ? ഗിറ്റാർ തരാലോ? അയ്യോ തരുമായിരുന്നോ? ശരിക്കും കൊടുക്കുമോ? ഇതല്ല, വേറെ തരാം. വേറെ ഏത് ഗിറ്റാറാ വേണ്ടേ? എനിക്ക് കുഞ്ഞു ഗിറ്റാർ മതി. കുഞ്ഞു ഗിറ്റാർ. അത് കുഞ്ഞു ചെറുത് ഗിറ്റാർ. എന്താ? കേട്ടോ? ചെറുത് വേണം. മീനൂടാ ആ? ഈ ഗിറ്റാർ വലുതല്ലേ? അതെ യാമിക്കുഞ്ഞ് കൊച്ചല്ലേ? അതെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? യാമേക്കാളും നീളം ഉണ്ടാവും നീളം ഗിറ്റാറിന്. ഉണ്ടത്. അതെ. യാമി എടുത്ത പൊങ്ങുവെന്ന് പറയാ ചേച്ചി. ഓ, ഏ, യാമിക്കുട്ടി ആ ഗിറ്റാർ എടുത്താ പൊങ്ങോ യാമിക്കുട്ടിക്ക്? എന്തിനാ പൊന്തിക്കുന്ന? ഇങ്ങനെ കഴുത്തിലൂടെ തൂക്കിയിട്ടാ പോരെ. അയ്യോ, ആ വെയിറ്റ് കൊണ്ട് വീണ് പോയില്ലേ? യാമിക്കുട്ടിയും ഗിറ്റാറും കൂടി താഴെ കിടക്കും. താഴെ കിടക്കും. പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം യാമിക്കുട്ടിക്ക് തന്നു വെക്കുക ഈ ഗിറ്റാറ്. അപ്പൊ അവരെങ്ങനെയാ വായിക്കുക? ഈ പാട്ടിൽ വായിക്കണ്ടേ? അതിനല്ലേ ഞാൻ വായിക്കുന്നേ. ഞാൻ വായിച്ചോളാം. ഹലോ